ഹായ് ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് മുന്നിലൊരു വീഡിയോ കിട്ടി. ആ ഒരു വീഡിയോയിലെ സഹോദരന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോന്നു. കാരണം ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും വരരുത്. കാരണം കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ടൈമിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലതരത്തിലുള്ള സ്വരച്ചേർച്ചകൾ ചില ടൈമിൽ മേ ബി ഉണ്ടായിരിക്കാം. ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരസ്പരം നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ളത് തന്നെ ആയിരിക്കും എന്ത് പ്രശ്നമായാലും. പക്ഷെ ഒരു ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ അതിര് കടന്നിട്ട് ഒരു അവിഹിതമോ അല്ലെങ്കിൽ വേറൊരു പെണ്ണുമായിട്ടോ അല്ലെങ്കിൽ ചെറുക്കനുമായിട്ടോ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് അത് പിന്നീട് ഒരിക്കലും തീർപ്പാക്കാൻ പറ്റാത്ത വിധത്തിൽ മോശമായിട്ട് പോവുക. അപ്പോൾ സ്വന്തം ഭാര്യക്ക് ഓൺലൈനിൽ തന്നെ സെക്സ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഭർത്താവിന് അംഗീകരിക്കാനാവുമോ? ഭാര്യ ഒരു പെണ്ണിനെയും ഒരാണിനും അംഗീകരിക്കാൻ വേണ്ടിയിട്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും അത് സമ്മതിക്കാതെ എനിക്കിതാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ വാശി പിടിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അത്തരത്തിലൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ജീവനം തന്നെ ഇപ്പോൾ വല്ലാത്ത ദുർഘടാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കാം. ആ സഹോദരന്റെ മുഖമോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, അത് പിന്നീട് അദ്ദേഹത്തിന് ഒരു മോശമായിട്ടാണ് വരിക. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ ഇന്ന് ഒട്ടനവധി ഒളിച്ചോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നിസ്സാരമായിട്ടാണ് പലരും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തെ വെറും നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് പലരും പോകുന്നതെന്നുള്ള ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലുള്ള ആളുകളുടെ ചതിക്കുഴിയിലേക്ക് ആരും പെടാതിരിക്കട്ടെ എന്നേ പറയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും ആ സഹോദരന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാം. 8 മണിയാകുമ്പോ റൂമിൽ കയറും, പുലർച്ചെ 4 മണി വരെ അതിനകത്താണ്. ഒരു ദിവസം കഴിഞ്ഞ്, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് അവള് പിറ്റേ ദിവസം പകല് ജോലിക്ക് പോകും. മൂന്നാമത്തെ ദിവസമായപ്പോ ഞാൻ ഒളിച്ചു നോക്കിയപ്പോ കാണാൻ പറ്റുന്നില്ല. ചെറിയൊരു ഗ്യാപ്പ് പോലില്ല, അടച്ചു വെച്ചിരിക്കാൻ. അവര് ആ വാതിലിന്റെ ഗ്യാപ്പിൽ ഒരു പുൽപ്പായ ചാരി വെച്ചിട്ടാണ് ഞാൻ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു. മൂന്നാമത്തെ ദിവസമായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നിലത്ത് കിടക്കണം. കുഞ്ഞോളപ്പം ഞാനും മക്കളും ഒരു റൂമിൽ കിടക്കണം, ഇവര് വേറെ റൂമില്. എനിക്ക് ആ കട്ടിലും തരുമോ, പുൽപ്പായ തരുമോ എന്ന് വെച്ചിട്ട് അത് മേടിച്ചിട്ട് ആ പുൽപ്പായ വാതിലിന്റെ മറ മാറ്റി. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോ ഇവള് സർജിക്കൽ മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന വീഡിയോ. അത് ഞാൻ എന്റെ മൊബൈൽ എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അതിന് തെളിവ് എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്റെ മകൻ കട്ടിലുമെന്ന് വീണു എന്ന് പറഞ്ഞിട്ട് വാതിൽ തട്ടി. അത് മുഴുവൻ കാണിക്കാനുള്ള എനിക്ക് ഇത് കിട്ടിയില്ല. വാതിൽ തട്ടിയിട്ട് വാതിൽ ഉറപ്പ് മോൻ കട്ടിലുമെന്ന് വീണു കണ്ടപ്പോ വാതിൽ അവൾ തുറന്നു. വരുമ്പോഴേക്കും അവൾ സാധാരണ ഒന്നും അറിയാത്ത പോലെ ബനിയൻ ഇട്ടിട്ട് എന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എന്റെ അതൊക്കെ അന്വേഷിച്ചിട്ട് അതിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റൂമിൽ ഇരുന്ന് കാഴ്ച ചെയ്യുമ്പോൾ ഞാൻ കണ്ടു. ആർക്ക് വീഡിയോ കോൾ ചെയ്ത് ശരി കാണണമെങ്കിൽ മനസ്സിലായി. അപ്പൊ അത് അവളുടെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ആരെ ചോദിക്കാൻ എന്റെ ഇഷ്ടമാണ് ഞാൻ കാണിച്ചുള്ളത്, ആർക്കും ചോദിക്കാൻ വരണ്ടാകുന്നുണ്ട് എന്നെ ഭീഷണിപ്പെടുന്ന ചെയ്തത്. അവിടുന്ന് ഒരു 2 മണി സമയത്താണ് ഞാൻ വീഡിയോ കണ്ടത് തന്നെ. 5 മണി വരെ ഇരുന്ന് സംസാരിച്ചു. അവളെന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. അവൾക്ക് ഞാൻ പോവാന്ന്, എനിക്ക് തെറ്റുള്ളവർ താല്പര്യമില്ല എന്ന് പറഞ്ഞു. മക്കളെ കൊണ്ട് പോകുന്നു പറഞ്ഞു. മക്കളെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എന്റെ കൂടെ ഞാൻ മക്കളെ വിടില്ല എന്ന് പറഞ്ഞു. അവൻ അന്ന് പിറ്റേ ദിവസം തന്നെ വക്കീലിനെ കണ്ട് അവളുടെ ആവശ്യപ്രകാരം ഡിവോഴ്സിന് ഒപ്പിട്ടിട്ട് അവളൊരു സുഹൃത്തുണ്ട്, അത് ഇൻസ്റ്റഗ്രാമില് ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞു. അവനിവിടെ മലപ്പുറത്താണ്, മുഹമ്മദ് വസീബ് എന്നാണ് പേര്. അവന്റെ അടുത്തേക്ക്, അവൻ തിരുവനന്തപുരത്തായിരുന്നു, അവന്റെ അടുത്തേക്ക് ഇവള് സ്ത്രീ പോവുക ചെയ്തു. അവിടെ പോയിട്ട് 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി തിരുവനന്തപുരത്ത് മനസ്സിലായി അവൾക്ക് ഓൾറെഡി അവള് സിം എന്റെ പേരിലായിരുന്നു. ആ സിം ഞാൻ BSNL ഓഫീസിൽ പോയിട്ട് ഞാൻ കണക്ഷന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോ അവള് തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലായി. അവനടുത്തേപ്പോ ഇവന്റെ കൂടെയാണ് അവൾ ഉള്ളത്. അവന്റെ ഇവളനെയും കൊണ്ട് ഇവന്റെ നാട്ടിലേക്ക് പോയി. ഇവന്റെ നാട്ടിൽ പോയിട്ട് ഇവന്റെ കൂടെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഇങ്ങനെ ചതിയിൽ പെട്ടു, ആരാന്ന് അറിയില്ല. നോക്കിയപ്പോ അവരെന്നെ ഭീഷണിപ്പെടുത്താണ് ചെയ്യാൻ. അത് എന്റെ ഇഷ്ടം. ഈ പറഞ്ഞ സ്ത്രീ എന്നോട് ഭീഷണിപ്പെടുത്തി എന്റെ മക്കളെ വന്ന് കൊണ്ടുപോകും, എന്റെ മക്കളെ വന്ന് കണ്ടിരിക്കും. എന്നിട്ടാണ് അവിടെ എന്റെ നാട്ടിൽ നിന്ന് നാട് വിട്ടതാണ്. ഞാന് ഈ സംഭവം ഉണ്ടായപ്പോ പിറ്റേ ദിവസം തന്നെ എന്റെ സ്റ്റേഷൻ പരിധിയുള്ള സ്റ്റേഷനിൽ ഞാൻ ഈ പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകം ഈ നമ്പറുകളും അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സാർമാര് പറഞ്ഞത് ഈ നമ്പർ മുഴുവൻ ഗൾഫ് നമ്പറാണെന്ന് പറഞ്ഞു. നിന്റെ കഴുത്ത് ഇറക്കാഞ്ഞത്, അവള് നിന്റെ കഴുത്ത് ഇറക്കാഞ്ഞത് ഭാഗ്യം, അവനെന്തിന് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു ആ സാർമാരുടെ അടുത്തിന് വലിയ അന്വേഷണം ഒന്നും പറ്റില്ല വെച്ചപ്പോ കാണിച്ചു കൊടുത്തവർക്കും കണ്ടവർക്കും പരാതി നീ മാത്രമേ അന്വേഷണം പറ്റുള്ളൂ. അതിന് ശേഷം ഈ സ്ത്രീ എന്റെ പേരിൽ ഒരു കേസ് പരാതി കൊടുത്തു. അവളെ തന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആ സ്റ്റേഷനിൽ, അത് വേറെ സ്റ്റേഷനായിരുന്നു, അവിടെ തന്നെ അവിടുത്തെ SI എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് വരാൻ പറഞ്ഞിട്ട്. അങ്ങോട്ട് ഞാനും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല. ഞാൻ അങ്ങോട്ട് നേരിട്ട് സ്റ്റേഷനിൽ പോയപ്പോ ആ സാറിന്റെ ഞാനും ആ സ്ത്രീയും ഈ SI സാറും മാത്രം ആ റൂമിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് സാറ് ചോദിച്ചു എന്താ അങ്ങോട്ട് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ
ഞാൻ പറഞ്ഞു എന്റെ വിഷയം എങ്ങനെയാണ്, എന്റെ ഭാര്യ അങ്ങനെ ഓൺലൈൻ സെക്ഷൻ ഇരിക്കുന്നതിന്റെ തെളിവ് എന്തെങ്കിലും ഉണ്ട്, അവള് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ സാറ് അപ്പോഴും ഇതിനു വേണ്ടി അന്വേഷണത്തിനോ ഒന്നും പോയിട്ടില്ല. അന്ന് ആ സാറ് ഈ സ്ത്രീയോട് പറഞ്ഞത് എന്താ വെച്ചാല്, മോളെ അവസാനം നീ തൂങ്ങി ചാവേണ്ടി വരും കേട്ടോ എന്നാണ് ആ SI സാറ് പറഞ്ഞത്. കേട്ടില്ലേ? ഇപ്പോ പോലീസുകാർ പോലും പറയുന്നുണ്ട് ലാസ്റ്റ് മരണത്തിലേക്കാ പോവുക, നീ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത്. എന്നിട്ടും അവർ മാറാൻ വേണ്ടി ഉദ്ദേശമുണ്ടോ? ഇല്ല. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത ഇപ്പൊ ഈ സഹോദരനെയാണ് അവർ വേട്ടയാടുന്നത്. ഇപ്പൊ എന്തായാലും ഈ സഹോദരൻ ഇനി ആ പെണ്ണിന്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല, അതങ്ങ് വിട്ടേക്കുക. അവളെന്തായാലും അവളുടെ നാശത്തിന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഇനി ഒടുവില് ഇപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞ പോലെ തന്നെ മരണത്തിൽ ഇതൊക്കെ കലാശിക്കുകയുള്ളൂ. നല്ലൊരു ജീവിതം ഇവർക്ക് കിട്ടുമോ? കിട്ടില്ല. സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടിയിട്ടും വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഇപ്പോൾ കഠിന പ്രയത്നം ചെയ്തിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓൺലൈൻ സെക്സ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക. അവർക്കും പണം കിട്ടും, ഇവർക്കും പണം കിട്ടും. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. അത്തരം സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. ഈ സഹോദരന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് പറയാനുള്ളത്, കാരണം ഇനി അദ്ദേഹം ആ സ്ത്രീയുടെ പിന്നാലെ പോകണ്ട. അതെന്തായാലും നശിച്ചു. ഇനി മുക്തി നേടിയിട്ട് നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്നും അവൾക്കും ആഗ്രഹമില്ല, ഇനി വരികയുമില്ല. കാരണം സ്വന്തം ഭർത്താവിന്റെ ഒരു വാക്കിന് പോലും വില കൽപ്പിക്കാതെ കണ്ടവന്മാരുടെ കൂടെയൊക്കെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുക. സ്വന്തം കുടുംബത്തെ ഓർക്കുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ തുലയാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഇനി ഇതുപോലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? മറ്റു നല്ല സ്ത്രീകളെയും കൂടി വശീകരിച്ചിട്ട് അവരുടെ വശത്താക്കിയിട്ട് മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ പിടിയിലേക്കൊന്നും ആരും അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇത് സമൂഹത്തിൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നന്നായിട്ട് പേടി തന്നെ ആവുന്നുണ്ട്. ശരീരം വിറ്റിട്ട് വേറെ എന്തെങ്കിലും സുഖം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്ന ഇതുപോലുള്ള സ്ത്രീകളെയൊന്നും അനുകൂലിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒരിക്കലും ആവുന്നില്ല. അവരിനി എന്തൊക്കെ പറഞ്ഞാലും എന്തിന്റെ പേരിലായിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനാവില്ല. ഇപ്പൊ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരുത്തന്റെ കൂടി അങ്ങ് ഇറങ്ങിപ്പോയി. അതും വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഈ ഭർത്താവ് ഭാര്യയെ കണ്ടിട്ടുള്ളത്. ഒരാണിന് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടേയിരുന്നത്. താൻ വിശ്വസിച്ച് തന്റെ പാതിയെ കണ്ട ഭാര്യയാണ് വേറൊരു ആണിന്റെ അല്ലെങ്കിൽ പല ആണുങ്ങളുടെയും കൂടെ ഇതുപോലെ ഓൺലൈനായിട്ട് മോശം വീഡിയോയുമായിട്ടൊക്കെ പോയിട്ടുള്ളത്. ഇതൊന്നും ആർക്കും സഹിക്കാൻ വേണ്ടി ആവില്ല. എന്തായാലും സഹോദരന് ക്ഷമ കൊടുക്കട്ടെ. അവരൊക്കെ അവരുടെ വഴി തിരഞ്ഞെടുത്ത് അങ്ങ് പോയി. എന്തായാലും നല്ല വഴിയല്ല, മോശപ്പെട്ട വഴി തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഒടുവിൽ അവരുടെ അധപതനം തന്നെയാണ്. ചിലപ്പോൾ വല്ല ആത്മഹത്യ കാര്യങ്ങൾ ഇപ്പോൾ പോലീസുകാർ പറഞ്ഞ പോലെ വല്ല ആത്മഹത്യ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ശരിക്കും ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന ടൈമിൽ വളരെയധികം വേദന തോന്നിപ്പോന്നു, സങ്കടമായി പോന്നു. ഇത്തരമൊരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ. ആരും ഇതുപോലുള്ള റാക്കറ്റിന് മുന്നിലൊന്നും ചെന്ന് പെടാതിരിക്കട്ടെ.